Discover, learn, achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Palapuram and Lakshmi Narayana Junior School, Ottapalam. സപ്ലൈകോയ്ക്ക് മുൻവശത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്നതിനും തെരുവുനായ ശല്യത്തിനും അടിയന്തര നടപടികൾ നഗരസഭ എടുക്കണമെന്ന് ബിജെപി കൗൺസിലർ സ്വരൂപ്. ഒറ്റപ്പാലം നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണം വലിയ പരാജയമെന്ന് വാർഡ് കൗൺസിലർ സ്വരൂപ്. ഇതിന്റെ ഉദാഹരണമാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ മുൻഭാഗത്തെ വെള്ളക്കെട്ടെന്നും ഇത് പരിഹരിക്കാൻ നഗരസഭ അധികൃതർ നടപടികൾ എടുത്തില്ല എന്നും സ്വരൂപ് ആരോപിച്ചു. ഈ വെള്ളക്കെട്ട് വിവിധ ആവശ്യങ്ങൾക്കായി ഈ ഭാഗത്തേക്ക് എത്തുന്നവർക്കും സപ്ലൈകോയിലേക്ക് എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പകർച്ചവ്യാധികളടക്കമുണ്ടാവാൻ വഴിയൊരുക്കുന്ന ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നും പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തികഞ്ഞ പരാജയമായിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ മുൻവശത്ത് ഉണ്ടായ വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുമൂലം പ്രദേശത്തേക്ക് എത്തുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ സപ്ലൈകോയിലേക്ക് എത്തുന്ന ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. ഈ വെള്ളക്കെട്ട് മൂലം പകർച്ചവ്യാധികൾ വ്യാപിക്കാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ്. ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഗരസഭ ധനസഹായം നൽകണമെന്നും തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ നഗരസഭ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സ്വരൂപ് വ്യക്തമാക്കി. ഒറ്റപ്പാലത്ത് 7ഓളം പേരെ തെരുവുനായ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ മാസം 26-ാം തീയതി തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നഗരസഭ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കുകയും ആ കൗൺസിൽ യോഗ തീരുമാനപ്രകാരം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ തെരുവുനായ്ക്കളെ പിടിക്കുകയും അതുപോലെ തന്നെ വന്ധീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കൗൺസിലിനെ നഗരസഭാ ഭരണസമിതി അറിയിച്ചതാണ്. ഈ വാക്കുകളെല്ലാം പാഴ്വാക്കാകുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഒറ്റപ്പാലത്തുള്ളത്. ഈ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാനും നഗരസഭയുടെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാവണം. മാത്രമല്ല തെരുവുനായയുടെ കടിയേറ്റ് പരിക്കേറ്റ ആളുകൾക്ക് ധനസഹായം നൽകുന്നതിനും നഗരസഭ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ